പടിയിറങ്ങിപ്പോയതും ആ ചെറിയ വീട്ടിൽ വലിയൊരു നിശബ്ദത പടർന്നു. ഭാസ്കരൻ മേൽക്കൂരയിലേക്ക് നോക്കി എന്തോ ആലോചിച്ച് കിടക്കുകയാണ്. സുമതി പതുക്കെ നടന്ന് ഭാസ്കരന്റെ കട്ടിലിനരികിലേക്ക് ചെന്നു. അവർ അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അരികിലിരുന്ന് ആ തളർന്ന കൈകളിൽ തന്റെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, അതെ, നമുക്ക് ഈ ബന്ധം നോക്കിയാലോ? നമ്മുടെ മോളെങ്കിലും ഒന്ന് രക്ഷപ്പെടുമല്ലോ. സുമതിയുടെ ശബ്ദത്തിൽ ഒരു അമ്മയുടെ ആകുലത മുഴുവനും ഉണ്ടായിരുന്നു. ഭാസ്കരൻ സുമതിയെ നോക്കി ഒരു നെടുവേർപ്പോടെ പറഞ്ഞു, അത് തന്നെയാണ് സുമതി, ഞാനും ആലോചിക്കുന്നത്. പക്ഷേ ഏട്ടാ, അവൾ ഇതിന് സമ്മതിക്കോ? സുമതി ആശങ്കയോടെ ചോദിച്ചു. നമ്മുടെ രണ്ടുപേരുടെയും അവസ്ഥയോർത്ത് അവൾ വേണ്ടെന്ന് വെച്ചാലോ എന്നാണ് എൻ്റെ പേടി. നമുക്ക് രണ്ടുപേർക്കും കൂടി അവളോട് സംസാരിച്ച് നോക്കാം സുമതി. നമ്മൾ നിർബന്ധിച്ചാൽ അവൾ ചിലപ്പോൾ സമ്മതിക്കും. ഭാസ്കരൻ സുമതിയെ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് സുമതിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അവർ ഭാസ്കരനോട് പറഞ്ഞു, പിന്നെ ഏട്ടാ, ഇന്നലെ നമ്മുടെ അമ്മുവിൻ്റെയും അനുവിൻ്റെയും പ്രിൻസിപ്പൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും സ്പോർട്സിലും പഠിക്കാനൊക്കെ ഒത്തിരി മിടുക്കരാണെന്നാണ് പറഞ്ഞത്. അവരെ അതിൻ്റേതായ നല്ലൊരു സ്കൂളിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പ് എടുക്കട്ടെ എന്ന് ചോദിച്ചാണ് അച്ചുവിനെ വിളിച്ചത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് അവൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറയുകയായിരുന്നു. ഏട്ടാ, നമുക്ക് ആ സാറിനെ തിരിച്ചു വിളിച്ച് അതിന് തയ്യാറാണെന്ന് പറഞ്ഞാലോ? അതാവുമ്പോൾ നമുക്ക് സമാധാനത്തിലിരിക്കാലോ. എനിക്ക് ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പഠിത്തവും മുടങ്ങില്ല. പക്ഷെ അതിനും പൈസ വേണമല്ലോ. അച്ചു ഇത് കേട്ടാൽ സമ്മതിക്കുമോ ആവോ? സുമതി പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അടുക്കളയിൽ നിന്നും അച്ചു അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും തന്നെക്കുറിച്ചും അനിയത്തിമാരെക്കുറിച്ചും സംസാരിക്കുന്നത് അവൾ പതുക്കെ കേട്ടു. അത് കേട്ടപ്പോൾ അവൾക്ക് വിഷമമായെങ്കിലും അവൾ അത് കാര്യമാക്കിയില്ല. സുമതി ഭാസ്കരനോട് പതുക്കെ തുടർന്നു, നമുക്ക് ആ സാറിനെ ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ ഏട്ടാ? എത്രയാകും ചിലവെന്നൊക്കെ ഒന്ന് തിരക്കാം. ആ, എന്നാ അങ്ങനെ ആകട്ടെ. ഭാസ്കരൻ സമ്മതിച്ചു. അപ്പോഴാണ് അച്ചു അങ്ങോട്ടേക്ക് വരുന്നത്. രണ്ടു പേർക്കുമുള്ള മരുന്നും 2 ഗ്ലാസ് വെള്ളവും അവളുടെ കൈകളിൽ ഉണ്ടായിരുന്നു. അവൾ വരുന്നത് കണ്ടതും അച്ഛനും അമ്മയും പെട്ടെന്ന് സംസാരം നിർത്തി. അച്ചു മരുന്ന് ഭാസ്കരന്റെ കൈകളിലേക്ക് കൊടുത്തു. ഭാസ്കരൻ മകളെ സ്നേഹത്തോടെ വിളിച്ചു, അച്ചു, നീ ഒന്ന് ഇവിടെ ഇരുന്നേ മോളെ. അച്ചു കട്ടിലിന്റെ അരികിലേക്ക് പതുക്കെ ഇരുന്നു. പിന്നെ മോളെ, ആ മോഹനൻ പറഞ്ഞ കാര്യം ഞങ്ങൾ അതിന് സമ്മതാണെന്ന് പറയട്ടെ. എന്താ മോളുടെ അഭിപ്രായം? ഭാസ്കരൻ വാത്സല്യത്തോടെ ചോദിച്ചു. അച്ഛൻ പറഞ്ഞ കാര്യം കേൾക്കാതെന്ന മട്ടിൽ അവൾ മരുന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛ, ആദ്യം ഈ മരുന്ന് കുടിക്ക്. എനിക്ക് പാലിൻ്റെ കാശ് വാങ്ങിക്കാൻ പോകാൻ സമയമായി. അത് കേട്ടതും സുമതി വളരെ പതുങ്ങിയ ശബ്ദത്തിൽ സ്നേഹത്തോടെ അവളെ വിളിച്ചു, മോളെ, അച്ചു. അമ്മയുടെ വിളി കേട്ടതും അച്ചു ഇടയിൽ കയറി പറഞ്ഞു, കല്യാണത്തെ പറ്റിയാണെങ്കിൽ എൻ്റെ അമ്മ എന്നോടൊന്നും പറയണ്ട. എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട അമ്മേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മോളെ? എല്ലാം അതിൻ്റെതായ സമയത്ത് തന്നെ നടക്കണ്ടേ? ഭാസ്കരൻ തുടർന്നു. മോളെ, ഞങ്ങൾ രണ്ടുപേരെയും ഓർത്താണ് നീ ഇതിന് സമ്മതിക്കാത്തതെങ്കിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നല്ല ആലോചനകളെ മോഹൻ നമുക്ക് കൊണ്ടുവരൂ. നമ്മുടെ അവസ്ഥ പറയാതെ തന്നെ അവൻ നന്നായി അറിയാം. അതുകൊണ്ട് അവനെ വിളിച്ച് ഞാൻ പറയാൻ പോവുകയാണ് ഇതിന് സമ്മതമാണെന്ന്. സുമതി, നീ ആ ഫോൺ എടുത്തേ. അവനെ ഇനി ഇങ്ങോട്ട് വിളിക്കാൻ നിർത്തേണ്ട, നമുക്ക് അങ്ങോട്ട് വിളിക്കാം. അച്ഛൻ പറയുന്നത് കേട്ട് അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത വേദന തോന്നി. കണ്ണുകൾ പതുക്കെ നിറഞ്ഞു വന്നു. ഇവരെ ഇവിടെ ഇങ്ങനെ തനിച്ചാക്കി ഞാൻ എങ്ങനെയാണ് ഒരു പുതിയ ജീവിതം തുടങ്ങുക? കല്യാണം കഴിഞ്ഞാലും ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പറ്റുമോ? അതിന് ആ വീട്ടുകാർ സമ്മതിക്കുമോ? അവൾ ഉള്ളിൽ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമത്തോടെ ഉമ്മറത്തെ തിണ്ണയിലേക്ക് വന്നിരുന്നു. അവിടെ ഇരുന്ന് ദൂരെയുള്ള ആ നെൽപ്പാടത്തേക്ക് നോക്കി അവൾ ആകെ നിരാശപ്പെട്ടു. ഭാസ്കരൻ ഉടൻ തന്നെ ഫോണെടുത്ത് മോഹനനെ വിളിച്ച് തങ്ങളുടെ സമ്മതം അറിയിച്ചു. ആ വാർത്ത കേട്ടപ്പോൾ മോഹനനും വലിയ സന്തോഷമായി. ഒട്ടും സമയം കളയാതെ പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം തെക്കേഴത്ത് തറവാട്ടിലേക്ക് തിരിച്ചു. തറവാട് മുറ്റത്തെത്തി മോഹനൻ കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നത് അവിടെ സഹായത്തിന് നിൽക്കുന്ന ഓമനയായിരുന്നു. ഓമനെ, ഭവാനിയമ്മ ഇവിടെ ഇല്ലേ? ഉണ്ട്, അകത്തേക്ക് ഇരിക്കും മോഹനേട്ടാ, ഞാൻ പോയി വിളിക്കാം. ഓമന അകത്തേക്ക് ചെന്ന് ഭവാനി അമ്മയെ വിളിച്ച് ഉമ്മറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മോഹനെ കണ്ടതും ഭവാനി അമ്മയുടെ മുഖത്ത് പ്രതീക്ഷ നിറഞ്ഞു. എന്തായി മോഹന, ഞാൻ പറഞ്ഞ കാര്യം വല്ല ആലോചനയും ഒത്തു വന്നോ? ഭവാനി അമ്മ തിടുക്കത്തിൽ ചോദിച്ചു. കാര്യമൊക്കെ ഒത്തു വന്നിട്ടുണ്ട് ഭവാനിയമ്മേ. പെൺകുട്ടി നമ്മുടെ ഭാസ്കരൻ്റെ മകളാണ്. അശ്വതി എന്നാണ് പേര്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് ഭവാനിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്
മോഹനൻ ഭാസ്കരൻ്റെ തളർച്ചയെക്കുറിച്ചും സുമതിയുടെ രോഗത്തെക്കുറിച്ചും ആ കുടുംബം മുഴുവൻ നോക്കുന്ന അച്ചുവിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട ശേഷം ഭവാനി അമ്മ ചോദിച്ചു, കുട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ മോഹന? ഉണ്ടല്ലോ. മോഹൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അച്ചുവിൻ്റെ ഫോട്ടോ ഭവാനി അമ്മയ്ക്ക് നേരെ നീട്ടി. അച്ചുവിൻ്റെ ആ മുഖം കണ്ടതും ഭവാനി അമ്മയുടെ മനസ്സ് നിറഞ്ഞു. അവർക്ക് അവളെ അത്രമേൽ ബോധ്യപ്പെട്ടു. ആ മുഖത്തെ നന്മയും ഐശ്വര്യവും ഭവാനി അമ്മയെ ആകർഷിച്ചു. ഫോട്ടോയിൽ നോക്കി കണ്ണെടുക്കാതെ സന്തോഷത്തോടെ ഭവാനി അമ്മ പറഞ്ഞു, മോഹന, എനിക്ക് ഈ കുട്ടിയെ ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഇന്ന് രാത്രി എൻ്റെ മോൻ വിളിക്കുമ്പോൾ അവനോട് ഈ കാര്യം ഒന്ന് പറയട്ടെ. എനിക്കിത് പൂർണ്ണ സമ്മതമാണ്. അന്ന് രാത്രി ബദ്രി അമ്മയ്ക്ക് പതിവ് പോലെ വിളിച്ചു. ഫോൺ റിങ് ചെയ്തതും ഭവാനി അമ്മ വേഗം ഫോൺ എടുത്തു. ഹലോ ബദ്രി. അമ്മയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത ഒരു സന്തോഷമുണ്ടായിരുന്നു. ബദ്രി എപ്പോഴും ചോദിക്കാറുള്ളത് പോലെ അമ്മയുടെ സുഖവിവരങ്ങൾ തിരക്കി. ഭവാനി അമ്മയും മകൻ്റെ വിശേഷങ്ങൾ ഓരോന്നായി ചോദിച്ചറിഞ്ഞു. അതിനൊക്കെ ബദ്രി മറുപടി നൽകി കഴിഞ്ഞപ്പോഴാണ് ഭവാനി അമ്മ ഒട്ടും സമയം കളയാതെ അച്ചുവിൻ്റെ കാര്യത്തിലേക്ക് കടന്നത്. ഡാ ബദ്രി, ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ മോഹനേട്ടനെ കണ്ടിരുന്നു. നമ്മുടെ ബ്രോക്കർ മോഹനനില്ലേ, അവനൊരു കുട്ടിയുടെ ആലോചനയുമായി വന്നിട്ടുണ്ട്. നമ്മുടെ ഭാസ്കരൻ്റെ മോളാണ്. പാവാണെടാ, നല്ല കുട്ടി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മോനെ ബദ്രി, നീ ആലോചിച്ച് പറയണം. എനിക്ക് ആ മോളെ വല്ലാതെ ഇഷ്ടമായി. നീ ഒന്ന് സമ്മതം മൂളിയാൽ എൻ്റെ മനസ്സിന് വലിയൊരു സമാധാനമാകും. അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ബദ്രി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ റൂംമേറ്റും ഏറ്റവും അടുത്ത സുഹൃത്തുമായ അജ്മൽ തൊട്ടടുത്ത സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാണ്. ലണ്ടനിൽ വന്ന കാലം മുതൽ ബദ്രിക്ക് തൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാവുന്ന ഒരേ ഒരു കൂട്ടുകാരൻ അജു ആയിരുന്നു. ഫോണിലൂടെ അമ്മയുടെ നിർബന്ധം കൂടുന്തോറും ബദ്രിയുടെ മനസ്സിന് വല്ലാത്തൊരു മടുപ്പ് പടർന്നു. ഇവിടെ ലണ്ടനിൽ ഇത്രയും ഫ്രീഡത്തോടെ സ്വന്തം കരിയറും നോക്കി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇപ്പോൾ ഒരു വിവാഹം കഴിച്ച് കുടുംബത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവന് മാനസികമായി ഒട്ടും താല്പര്യമില്ലായിരുന്നു. എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ ഒരു കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലല്ലോ. അതിനു പുറമെ അമ്മ പറയുന്ന ആ കുട്ടി പക്കാ നാടൻ ടൈപ്പാണെന്നാണ് തോന്നുന്നത്. എനിക്കിഷ്ടമില്ലാത്ത കാര്യത്തിന് ഞാൻ എങ്ങനെ സമ്മതിക്കും? പക്ഷേ അമ്മയുടെ ഈ അസുഖമുള്ള സമയത്ത് ഞാൻ മറുത്തൊരു വാക്ക് പറഞ്ഞാൽ അമ്മക്കത് താങ്ങാൻ കഴിയില്ലല്ലോ. ബദ്രി ഉള്ളിൽ വല്ലാതെ ആകുലപ്പെട്ടു. അജ്മൽ ലാപ്ടോപ്പിൽ നിന്നും തലയുയർത്തി ബദ്രിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് സംശയത്തോടെ നോക്കി. അമ്മയുടെ ശബ്ദം വീണ്ടും ഫോണിലൂടെ കേട്ടു. എന്താ ബദ്രി, നീ ഒന്നും മിണ്ടാത്തത്? നിനക്ക് സമ്മതമാണോ മോനെ? അമ്മയുടെ ആ വൈകാരികമായ ചോദ്യത്തിന് മുന്നിൽ ഒടുവിൽ ബദ്രിക്ക് തൻ്റെ താല്പര്യക്കുറവ് മറച്ചു വെക്കേണ്ടി വന്നു. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം അവൻ ആ തീരുമാനത്തിന് വഴങ്ങി. അവൻ ഫോണിലേക്ക് നോക്കി ശബ്ദമിടറാതെ പറഞ്ഞു, അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. ഞാൻ അടുത്ത മാസം നാട്ടിൽ വരുമ്പോൾ വന്ന് ആ കുട്ടിയെ നേരിട്ട് കണ്ടോളാം. എങ്കിൽ ശരി മോനെ, എനിക്ക് ഒത്തിരി സന്തോഷമായടാ. അമ്മയുടെ ആശ്വാസം നിറഞ്ഞ വാക്കുകളോടെ ആ ഫോൺ കോൾ അവസാനിച്ചു. ബദ്രിയുടെ മുഖം ആകെ ഇരുണ്ടിരുന്നു. അത് കണ്ട അജ്മൽ സോഫയിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ അവൻ്റെ തോൾ തട്ടി ചോദിച്ചു, ഡാ ബദ്രി, എന്താ ഉണ്ടായത്? നാട്ടിലെ അമ്മ വീണ്ടും കല്യാണാലോചന തുടങ്ങിയോ? ബദ്രി ഒരു വലിയ നെടുവീർപ്പോടെ സോഫയിലേക്കിരുന്നു. അതേടാ അജു, നാട്ടിലെ ഏതോ ഒരു കുട്ടിയുടെ ആലോചനയുമായി ബ്രോക്കർ വന്നിട്ടുണ്ടത്രേ. അമ്മയ്ക്ക് അവളെ ഭയങ്കരമായി ഇഷ്ടമായി എന്ന് പറഞ്ഞ് എന്നെ സെൻറ്റി അടിച്ച് വീഴ്ത്തിയടാ. എനിക്കിപ്പോൾ ഒരു കല്യാണം കഴിച്ച് കുടുംബം നോക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ. പോരാത്തതിന് ആ കുട്ടി നാട്ടിൻ പുറത്തേതും. ഞങ്ങൾ എങ്ങനെ ഒത്തുപോകുകടാ? അജ്മൽ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഡാ, നീ ഇപ്പോൾ വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. നീ അടുത്ത മാസം നാട്ടിൽ പോകാൻ ലീവ് എടുത്തതാണല്ലോ. അവിടെ ചെന്ന് ആ കുട്ടിയെ നേരിട്ട് കണ്ട് സംസാരിക്ക്. നിനക്ക് ഒട്ടും മാച്ചാകില്ലെന്ന് തോന്നിയാൽ അത് മാന്യമായി അമ്മയോടും കുട്ടിയോടും പറഞ്ഞ് തുറന്ന് പറയണം. അതിനുള്ളിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. നീ ഇപ്പോൾ പോയി കിടന്നുറങ്ങാൻ നോക്ക്. കൂട്ടുകാരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ബദ്രിക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും വരാൻ പോകുന്ന ആ നാട്ടിലേക്കുള്ള യാത്രയെ ഓർത്ത് അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത ബാക്കിയുണ്ടായിരുന്നു.